ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, മെയിൻലി സേഫ്റ്റി അവയർനെസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി പറഞ്ഞിരുന്നു, പിന്നെ ബേസിക് ഫയർ സേഫ്റ്റിയെ പറ്റി പറഞ്ഞിരുന്നു, പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി നമ്മൾ കടന്ന് ഒരു 10-60 വീഡിയോ ഞാൻ തന്നിരുന്നു. അപ്പോൾ ഓരോരോ ആദ്യം ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റി പറയുമ്പോൾ ആദ്യം ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്തൊന്നാണ്, അതിന് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ഓരോരോ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ പ്ലാന്റുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ജസ്റ്റ് ജനറൽ അവയർനെസ്സാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു പ്ലാന്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. കാരണം പലർക്കും, പല സേഫ്റ്റി പഠിക്കുന്ന ആൾക്കാർക്കും ഈ പ്ലാന്റുകളുടെ പേര് കേട്ടതിനെ തന്നെ അതെന്തോന്നാണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മെയിനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഈ സേഫ്റ്റി ക്ലാസ് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് HSM ആൻഡ് സേഫ്റ്റി. HSM സ്റ്റീൽ പ്ലാന്റിലുള്ള ഒരു ഇതാണ്. HSM പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹോട്ട് സ്ട്രിപ്പ് മില്ലാണ് HSMൻ്റെ ഫുൾ ഫോം. ഹോട്ട് സ്ട്രിപ്പ് മില്ല് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ് കൊണ്ടുള്ള ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സേഫ്റ്റിയെ പറ്റി ഇത് സ്റ്റീലിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ BOFൽ നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കി റിഫൈനിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്ലാബാക്കി മാറ്റും. അതെവിടെയാണ് മാറ്റുന്നത്? കണ്ടിന്യൂസ് കാസ്റ്റിംഗ് മെത്തേഡ് അനുസരിച്ച് കണ്ടിന്യൂസ് കാസ്റ്റിംഗ് അനുസരിച്ച് ഒന്നുമില്ല സ്ലാബോ ബില്ലറ്റോ ഏതെങ്കിലും രീതിയിലൊരു സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം. ഈ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമുക്കൊരു ഫിനിഷ് പ്രൊഡക്റ്റായി മാറ്റണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ഈ HSM അല്ലെങ്കിൽ ഹോട്ട് സ്ട്രിപ്പ് മില്ല് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മിനിമം ഒരു 100 mm തിക്ക് കാണും, ഏതാണ്ട് ഒരു 1 മീറ്ററോളം ഉദ്ദേശം ഒരു വിഡ്ത്ത് കാണും, ഒരു 5 മീറ്ററോളം ലെങ്ത് കാണും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ലാബ് വലിയൊരു ഇരുമ്പിൻ്റെ കട്ടയാണ്. ഇതുകൊണ്ടെന്ന് നമുക്കൊന്നും പെട്ടെന്ന് നോക്കാൻ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് റീഹീറ്റ് ചെയ്യും. രണ്ടാമത് റീഹീറ്റ് ചെയ്ത ശേഷം അത് ഒരു 1200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടി ആ റെഡ് ഹോട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ റീഹീറ്റ് ചെയ്ത് അതിനെ റോൾ ചെയ്യും. റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി മനസ്സിലാക്കിയിരിക്കുന്നത്? അതായത് നമ്മൾ 2 റോളറിൻ്റെ ഇടയിൽ കൂടി ഈ ഹോട്ട് മെറ്റൽ ഇത് കണ്ടില്ല, 2 റോളറിൻ്റെ ഇടയ്ക്ക് കൂടി ഈ ഹോട്ടായിട്ടുള്ള സ്ലാബ് അങ്ങോട്ട് കടത്തി വിടുമ്പോൾ എന്താ പറ്റണേ? ഇതങ്ങോട്ട് പതിയെ നല്ല പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തിക്നെസ് കുറയും. അങ്ങനെ ഇത് ഒരു സ്ട്രാൻഡല്ല, അങ്ങനെ സെവറൽ സ്ട്രാൻഡ് ഉണ്ട്. അങ്ങനെ അതിലേക്ക് കൂടി കടത്തി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ പറ്റും. തിക്നെസ് കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ തിക്നെസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്കും അതൊരു കോയിൽ പോലെയാവും. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആദ്യമേ തന്നെ ഇതിനെ റീഹീറ്റ് ചെയ്ത് 1200 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു റഫിങ് മില്ല് എന്ന് പറയും. അതായത് അതിനെ ഒന്ന് പതുക്കി ഒന്ന് ഇതിനെ കുറച്ച് റഫാക്കിയിട്ട് അതിന് പ്രസ് ചെയ്ത് വിടും. അതൊരു 1-2 സ്ട്രാൻഡ് കാണും, ചിലപ്പോൾ ഒരു സ്ട്രാൻഡ് കാണുള്ളൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മില്ല് അനുസരിച്ച്. അത് കഴിഞ്ഞ് 1-2 സ്ട്രാൻഡിൽ ഇത് പ്രസ് ചെയ്ത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് മില്ലിലേക്ക് കിടക്കും. ഇൻ്റർമീഡിയറ്റ് മില്ലിൽ കുറച്ചുകൂടെ തിക്നെസ് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തിക്നെസ് ഈ പറഞ്ഞ് നമ്മൾ 100 mm എന്നുള്ള ചിലപ്പോൾ ഒരു 50 mm ആയിട്ടുണ്ടായിരിക്കും തിക്നെസ്. പക്ഷെ വിഡ്ത്ത് അതുപോലെ തന്നെ ലെങ്ത് കൂടും. അത് നമുക്കറിയാമല്ലോ, ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കുമ്പോഴത്തേക്കും ലെങ്ത് കൂടും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് മില്ലിലേക്ക് കടന്നു. അതും ഒരു 3-4-5 സ്ട്രാൻഡ് കാണും. അപ്പോൾ അതും കഴിഞ്ഞ ശേഷം പിന്നീടാണിത് ഫിനിഷ് മില്ലിലേക്ക്, അതും 2-3 സ്ട്രാൻഡിലേക്ക് കടയും. ഫിനിഷിംഗ് മില്ലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തിക്നെസ് കണ്ടമാനം കുറയും. 100 എന്നുള്ള ചിലപ്പോൾ ഒരു 10 mm അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 1.5 mm അങ്ങനെയൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് തിക്നെസ് കുറച്ച് വലിയ ലെങ്തിലുള്ള ഒരു സ്ട്രിപ്പായിട്ട് മാറണം.
അപ്പോൾ ആ സ്ട്രിപ്പാണ്, അതിനാണ് പറയുന്നത് ലോങ് സ്ട്രിപ്പായി മാറ്റണം. അപ്പോൾ ഈ ലോങ് സ്ട്രിപ്പ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോയിൽ രൂപത്തിൽ, അതിന് കോയിൽ ഫോർമേഷൻ മെഷീൻ ഉണ്ട്. അപ്പോൾ കോയിൽ ഫോർമേഷനിൽ അത് കോയിലാക്കി മാറ്റി അവിടെ കൂട് ചെയ്ത ശേഷം അത് ഓരോന്നോരോന്നായിട്ട് ഷിപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് വെളിയിലേക്ക് വിടണം. അത് എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വാങ്ങിച്ച് അതിനെ പിന്നെ ഫർദറായിട്ട് ഒന്നൊരു ഷീറ്റാക്കി എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കി എടുക്കും. ഇപ്പോൾ കേബിൾ ട്രേ എടുക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രൊഡക്റ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മില്ലിനാണ് നമ്മൾ ഫൈനാൻഷ്യലായിട്ടുള്ള മില്ലാണ് HSM എന്ന് പറയുന്നത്, ഹോട്ട് സ്ട്രിപ്പ് മിൽ. ഇതിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഫർണസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് വളരെ റൺ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ക്രെയിൻ, UOT ക്രെയിൻസ് കണ്ടമാനമുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് സേവനം. പിന്നെ നിങ്ങൾക്കൊരു പ്രധാന ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് ഈ ഹോട്ട് സ്ട്രിപ്പ് മില്ലിൻ്റെ റോളറിൻ്റെ ഇതിലേക്ക് കൂടി ഈ ഹോട്ടായിട്ടുള്ള സ്ലാബ് കടത്തി വിടുമ്പോൾ അപ്പോൾ അത് റെഡ് ഹോട്ട് ആവില്ല. സാധാരണ പലരും ചോദിക്കും, ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് റെഡ് ഹോട്ട് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പ്രത്യേകം കൂളിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അത് റെഡ് ഔട്ട് ആവില്ല. അത് നല്ല റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ മോട്ടേഴ്സും അതിൻ്റെ സ്പീഡ് കൺട്രോളും ഓട്ടോമേഷനും ഒക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഞാനിതിനൊരു റഫായിട്ടുള്ളൊരു ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു. അതുപോലെ UOT ക്രെയിൻസ് ഉണ്ട്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ലാബ് മാറ്റാനും പിടിക്കാനും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് സംഗതിയൊക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള റോളറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് വേറെ പല എക്യുപ്മെൻറ്റ്സ്, ഹൈഡ്രോളിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഐഡിയ കിട്ടി. അതായത് സ്ലാബ് കാസ്റ്ററിന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബാണ്. അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, തിക്നെസ് ഒരു 100 mm എങ്കിലും കാണും, ഒരു 1 meter വിടുത്തെങ്കിലും കാണും, ഒരു 5 meter ലെങ്തും കാണും. ഇതിനെ നമ്മൾ രണ്ടാമത് റീഹീറ്റ് ചെയ്ത് റോൾ ചെയ്യുക. റോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് രണ്ട് റോളറിൻ്റെ ഇടയിൽ കൂടി കടത്തി വെച്ചതിൻ്റെ തിക്നെസ് കുറയ്ക്കും. വിഡ്ത്ത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെർട്ടിക്കൽ റോളേഴ്സും ഉണ്ട്. അത് കുറച്ച് വലിയ ലോങ് സ്ട്രിപ്പാക്കി ആദ്യം റഫിങ് മില്ല്, ഫിനിഷിങ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് മില്ല്, ഫിനിഷിങ് മില്ല്, ഇങ്ങനെ ഒരുപാട് റോളറുണ്ട്. റോളറിൽ കൂടി കടത്തി വരുമ്പോഴത്തേക്കും വലിയൊരു ലോങ് സ്ട്രിപ്പായിട്ട് മാറണം. ആ സ്ട്രിപ്പ് നമ്മൾ കോയിലാക്കി ഫിനിഷ്ഡാക്കി നമ്മൾ സ്റ്റീൽ പാനിലേക്കുള്ള ഔട്ട്പുട്ട് പ്രൊഡക്റ്റായിട്ട് വന്ന് മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ് HSM ഹോട്ട് സ്റ്റിപ്പ് മിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കോൾഡ് റോളിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം ഞാൻ അത് ഒന്നുകൂടെ ഇല്ലാതെ എൻ്റെ മെറ്റലർജിക്കൽ പ്രോസസ്സിന് വേണ്ടിയാണ് കോൾഡ് റോളിംഗ് ഒക്കെ. അതൊന്നും ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്കൊരു ജസ്റ്റ് ചെറിയ ഐഡിയ കിട്ടുക. അപ്പോൾ ഒരു സേഫ്റ്റിയുടെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ കണ്ടമാനം കൂടുതലുണ്ട്, ഹീറ്റ് ഏരിയയാണ്. അതുപോലെ തന്നെ പലതും ഹൈഡ്രോളിക് മെഷീനറീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക്സിൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഹൈ പ്രഷറുള്ളത് കൊണ്ട് അതിന് മെഷീൻസ് മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്കാരും മറ്റൊക്കെ വളരെ ഇതിന് ശ്രദ്ധിക്കണം. അവിടെ ഇതുപോലെയുള്ള ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടി ഞാൻ വർക്ക് ചെയ്തൊരു ഇതിൽ ഒരാൾക്കൊരു ഡെത്ത് വരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വേറെ പിന്നെ പല രീതിയിലും ഇതിൽ നമ്മൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ്. ക്രെയിൻ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ താഴത്തേക്ക് കൂടി പോരുത്. അതുപോലെ ഹോട്ട് ആയിട്ടുള്ള സാധനം നമ്മൾ അടുത്ത് നിൽക്കണേ കൊണ്ട് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, ഹീറ്റിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം. അപ്പോൾ സാധാരണ രീതിയിലുള്ള നമ്മൾ പറയുന്ന പ്രൊട്ടക്ഷൻസ് എല്ലാം തന്നെ ഫയർ വരാനുള്ള ചാൻസസ് ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ടുള്ള സ്ലിപ്പ്, ഫിസിക്കലായിട്ടുള്ള അസാൾട്ട്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ അസാൾട്ട്സ് ഉണ്ട്. സാധാരണ കാണുന്ന എല്ലാ ടൈപ്പുള്ള അസാൾട്ട്സ് തന്നെ ഇതിലുണ്ട്, പ്രഷർ അസാൾട്ട്സ്. അപ്പോൾ വേണ്ട രീതിയിലുള്ള സേഫ്റ്റിയെ പരമായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം വർക്ക് ചെയ്യാൻ. ഫുള്ളി ട്രെയിൻഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് PPE ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉപയോഗിച്ച് വേണം ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അൺട്രെയിൻഡ് ആയിട്ടും പിന്നെ ക്രെയിൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആരും തൻ്റെ താഴത്തെ കൂടി പോരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റാണിത്. വിസിറ്റേഴ്സൊക്കെ കാണാനുള്ള ചില പ്ലാന്റുകളിൽ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവരത് ആ വിസിറ്റിംഗ് ഏരിയയിൽ മാത്രം നിൽക്കാമുള്ളൂ, ആ പ്ലാന്റിനകത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ നോളജ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ വേറെ വിഷയമായിട്ട് വരാം. എല്ലാവരും ഒരു സേഫ്റ്റി ഡേ, അതായത് ഒരു ഹാപ്പി സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ടു എവരിബഡി. താങ്ക്സ്.